എല്ലാവർക്കും ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഞാൻ ഈയിടെ ഒരു ഓൺലൈൻ ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. ദി ബെറ്റർ ഇന്ത്യയിൽ ശിവാനി ഗുപ്ത എഴുതിയ ഒരു കഥ, ഡോക്ടർ എസ് സിയാവുർ റഹ്മാനെക്കുറിച്ച്. ശരിക്കും അത് വായിച്ചപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു, മനസ്സിൽ തട്ടി. അപ്പോൾ തോന്നി ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. തീർച്ചയായും. എന്താണ് ആ കഥയുടെ ഒരു കാതൽ? അതായത് ഇതൊരു ഡോക്ടറുടെ കഥയാണ്. നഗരത്തിലെ വലിയ സാധ്യതകളൊക്കെ വേണ്ടെന്ന് വെച്ച് സ്വന്തം നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചൊരാൾ, ഡോക്ടർ എസ് സിയാവുർ റഹ്മാൻ. ഇദ്ദേഹം ന്യൂഡൽഹിയിലെ ഒരു വലിയ ഹോസ്പിറ്റലിൽ അറിയപ്പെടുന്ന ഒരിടത്ത് ജോലി ചെയ്യുകയായിരുന്നു. നല്ലൊരു പൊസിഷനിലായിരുന്നിരിക്കും അല്ലേ? അതെ, തീർച്ചയായും. നോൺ ഇൻവേസീവ് കാർഡിയാക് കെയർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. നല്ലൊരു കരിയർ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിയൊരു സംഭവമുണ്ടായി. അതെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ഖഗാരിയ, ബീഹാറിലാണ്. അവിടെ നിന്ന് ഒരു രോഗി അടിസ്ഥാന ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഏകദേശം 1200 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് ഡൽഹിയിലെത്തി. 1200 കിലോമീറ്റർ സാധാരണ ചികിത്സയ്ക്കോ? അതെ. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടപ്പോൾ, ആ യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞപ്പോൾ ഡോക്ടർ റഹ്മാന് എന്തോ വല്ലാതെ തോന്നി. അതൊരു വല്ലാത്ത ചിന്തയായി മാറി അദ്ദേഹത്തിന്. ശരിയാണ്. ആ ഒരൊറ്റ സംഭവം മതിയല്ലേ ചിലപ്പോൾ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ. നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലെ ആരോഗ്യരംഗത്തെ അവസ്ഥ, അതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയായിരിക്കും അത്. തീർച്ചയായും. അപ്പോൾ ഡൽഹിയിലെ ആ സുരക്ഷിതത്വം, ആ ജോലി, അതെല്ലാം വിട്ടിട്ട് സ്വന്തം ഗ്രാമത്തിലേക്ക്, ഒരു അനിശ്ചിതത്വത്തിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് അത് വലിയൊരു തീരുമാനം തന്നെയാണ്. വളരെ വലിയ തീരുമാനം. അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ വളരെ സാധാരണമാണ്. ചെറിയൊരു കൃഷിഭൂമി, പിന്നെ ഒരു 3 എരുമകൾ, അങ്ങനെയുള്ളൊരു കർഷക കുടുംബം. പക്ഷേ മാതാപിതാക്കൾക്ക് മക്കളുടെ വിദ്യാഭ്യാസം വലിയ കാര്യമായിരുന്നു. അവരതിന് പ്രാധാന്യം കൊടുത്തു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തൊരു അനുഭവമുണ്ട്, അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അമ്മയ്ക്ക് വയ്യാതായപ്പോൾ 2 മക്കളെയും ഡോക്ടറെ കാണിക്കാൻ അതിനുള്ള പൈസ അവരുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ കോമ്പൗണ്ടർ കളിയാക്കിയെന്നും, പക്ഷേ ആ ഡോക്ടർ ദയ കാണിച്ചുവെന്നും അദ്ദേഹം ഓർക്കുന്നു. അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ്, പണമില്ലാത്തതിന്റെ പേരിൽ ആരെയും ചികിത്സിക്കാതെ മടക്കി അയക്കില്ലെന്ന്. അപ്പോ ആ ഒരു വേദനയിൽ നിന്നാണ് ആ വലിയ തീരുമാനമുണ്ടാവുന്നത്. അതെ. പിന്നെ സ്കൂളിലെ ബയോളജി ടീച്ചറും നല്ല പ്രോത്സാഹനം നൽകി. ഡോക്ടറാകാനുള്ള ആഗ്രഹത്തിന് അതൊരു വളമായി മാറി. ശരിയാണ്. ഇത്തരം അനുഭവങ്ങൾ, ചിലപ്പോൾ വളരെ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഒരു ഡോക്ടറുടെ ദയ, ടീച്ചറുടെ വാക്ക്, ഇതൊക്കെ ഒരാളുടെ ജീവിത ലക്ഷ്യത്തെ തന്നെ മാറ്റിമറിക്കുമല്ലേ? അതെ. ആ മൂല്യങ്ങളൊക്കെ രൂപപ്പെടുന്നതിൽ ഇത്തരം അനുഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പിന്നീടൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായത്തോടെയാണ് പട്നയിലും മെഡിസിന് പഠിച്ചത്. പഠനം കഴിഞ്ഞ് ഡൽഹി അപ്പോളോ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ കാർഡിയാക് കെയർ സ്പെഷ്യലിസ്റ്റായി. പക്ഷേ മനസ്സിൽ ആ ഗ്രാമത്തിലെ രോഗിയുടെ മുഖം മാഞ്ഞില്ല. അങ്ങനെയാണ് 2010 തിരിച്ച് ഖഗാരിയയിലെത്തുന്നത്. അവിടെ നാഷണൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു ആശുപത്രി തുടങ്ങി. 50 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ. സ്വന്തമായിട്ട്? അതെ, സ്വന്തമായിട്ട്. ആ ആശുപത്രിയുടെ ഒരു രീതി കേൾക്കണം. കൺസൾട്ടേഷൻ ഫീസ് വെറും 50 രൂപ. 50 രൂപയോ? ഇന്നത്തെ കാലത്തോ? അതെ. ഇനി അതും കൊടുക്കാനില്ലാത്ത പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് അതുപോലും വാങ്ങില്ല. അവിശ്വസനീയം. ദിവസവും ഏകദേശം 70ഓളം രോഗികൾ വരും. പിന്നെ ഹാർട്ട് അറ്റാക്ക്, പാമ്പുകടി, അങ്ങനെയുള്ള എമർജൻസികൾ വന്നാലേ ചിലപ്പോൾ രാത്രി ഒരുപാട് വൈകുവോളം അദ്ദേഹം അവിടെ ഉണ്ടാകും. അപ്പോൾ അതൊരു ഹോസ്പിറ്റൽ എന്നതിലേക്കാളും ആ നാട്ടുകാർക്ക് അതൊരു ഒരു ആശ്രയമാണ്, ഒരു ജീവനാടി പോലെ. തീർച്ചയായും. പക്ഷേ ഒരു സംശയം, ഇന്നത്തെ കാലത്ത് ആരോഗ്യമേഖല വലിയൊരു ബിസിനസ്സായി മാറിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോ ഇങ്ങനെ ഇത്രയും കുറഞ്ഞ ഫീസിലൊരു ആശുപത്രി നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് അതിന് അതിൻ്റെതായ വെല്ലുവിളികൾ ഉണ്ടാവില്ലേ? എങ്ങനെയായിരിക്കും അദ്ദേഹം അത് മാനേജ് ചെയ്യുന്നത്? വെല്ലുവിളികൾ ഉറപ്പായും ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വേറെയാണ്. ഇതൊരു സേവനം അല്ലെങ്കിൽ അനുഗ്രഹമായാണ് അദ്ദേഹം കാണുന്നത്. ലാഭമല്ല പ്രധാനം. അതെ, ആ ഒരു മനോഭാവം, അതിനാണ് വില. പക്ഷെ നിലനിൽപ്പൊരു ചോദ്യമാണ്. സമൂഹത്തിന്റെ പിന്തുണ ഒരുപക്ഷെ ഉണ്ടാകുമല്ലേ? ഉണ്ടാകും. ഒരു രോഗിയുടെ അനുഭവം കേട്ടപ്പോൾ അതാണ് മനസ്സിലായത്. കോവിഡ് സമയത്ത് ഒരാളുടെ അച്ഛന് സ്ട്രോക്ക് വന്നു. വേറൊരു ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നപ്പോൾ ബില്ല് 1 ലക്ഷം രൂപയായി. അപ്പോൾ ആ സമയത്താണ് ഡോക്ടർ റഹ്മാൻ അവരെ സഹായിച്ചത്. സ്വന്തം ആശുപത്രിയിലെ CCUയിലേക്ക് മാറ്റി, തീവ്രപരിചരണ വിഭാഗത്തിൽ. എന്നിട്ട് 1 രൂപ പോലും ഫീസ് വാങ്ങിയില്ല. 1 രൂപ പോലും വാങ്ങാതെ? അതെ.
ഇതിനൊക്കെ പകരമായിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും മധുരം, ആ അല്ലെങ്കിൽ പറമ്പിലെ പച്ചക്കറികൾ, കുറച്ച് തൈര്, നെയ്യ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നേഹസമ്മാനങ്ങൾ. അപ്പൊ പണമല്ല അവിടെ പ്രതിഫലം. അത് വിശ്വാസമാണ്, സ്നേഹമാണ്, ബഹുമാനമാണ്. അതെ, ഈ നിസ്വാർത്ഥമായ സേവനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ടല്ലോ, അതിന് വിലയിടാൻ പറ്റില്ല. അതാണ് ശരിക്കുള്ള സമ്പാദ്യമെന്ന് തോന്നിപ്പോകും. ശരിയാണ്. യഥാർത്ഥ ഹീറോയിസം അത് ചിലപ്പോൾ വലിയ പബ്ലിസിറ്റിയോ ലൈംലൈറ്റോ ഇല്ലാതെ ഇങ്ങനെ നിശബ്ദമായി സേവനം ചെയ്യുന്നവരിലാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ റഹ്മാനെ പോലുള്ളവർ. നമ്മൾ പലപ്പോഴും വലിയ താരങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ഇത്തരം ആളുകളെ കാണാതെ പോകരുത്, അല്ലേ? തീർച്ചയായും. ഈ കഥ ഇത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ എല്ലാവർക്കും ഡോക്ടർ റഹ്മാനെ പോലെ ഇത്ര വലിയ ത്യാഗം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ചുറ്റുവട്ടത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ, ഒരു ദയ, ഒരു സഹായം, അതിനും അതിൻ്റെതായ വിലയുണ്ട്. ഡോക്ടർ റഹ്മാന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രചോദനമായത്? എന്ത് ചെറിയ മാറ്റം നിങ്ങൾക്ക് ചുറ്റും കൊണ്ടുവരാൻ പറ്റും? അതൊന്നാലോചിക്കുന്നത് നല്ലതാണ്. ശരിയാണ്. ആഴത്തിൽ ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ? ചോദിക്കൂ. ഡോക്ടർ റഹ്മാൻ അദ്ദേഹത്തിന്റെ വേരുകളിലേക്ക്, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടാണ് ഒരു സംതൃപ്തി കണ്ടെത്തിയത്. അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും എങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം നാടുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വേരുകളുമായിട്ട് കുറച്ചുകൂടി ആഴത്തിലൊരു ബന്ധമുണ്ടാക്കാൻ പറ്റുക? എന്നിട്ട് ഒരുപക്ഷെ ചെറിയ രീതിയിലാണെങ്കിലും അവിടെ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക? ഇതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതെ, നല്ല ചോദ്യമാണ്. ഇന്നത്തെ ഈയൊരു ചിന്തകൾ പങ്കുവെക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി. ഡോക്ടർ റഹ്മാന്റെ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ സ്പർശിച്ച മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ, കഥകളൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ എഴുതുക.